إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 122ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം ഇത് ഹമ്മത്താഇഫതാനി മിൻകും നിങ്ങളിൽ നിന്നുള്ള രണ്ട് സംഘങ്ങൾ അവർ ഉദ്ദേശിച്ചപ്പോൾ അൻ തഫ്ശല വീരുത്വം ഉദ്ദേശിച്ചപ്പോൾ വീരുത്വം കാണിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് അവതരിച്ചത്. ആ ഉഹദ് യുദ്ധത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഖസ്റജ് ഗോത്രക്കാരായ അവരിൽപ്പെട്ട ഒരു സംഘമായ ബനൂ സലമ സംഘവും അതുപോലെ ഔസ് ഗോത്രക്കാരായ ബനൂ ഹാരിസ എന്ന് പറയുന്ന ഒരു സംഘവും ഈ രണ്ട് സംഘത്തെ ഉദ്ദേശിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ത്വായിഫത്താനി മിൻകും നിങ്ങളിൽ നിന്നുള്ള രണ്ട് സംഘങ്ങൾ അൻ തഫ്ശല അവർ വീരുത്വം കാണിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അവർ കുറച്ചു പിന്നോക്കം പോയി. ശത്രുക്കൾ ആഞ്ഞടിച്ചപ്പോൾ ആഞ്ഞു കയറിയപ്പോൾ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആഞ്ഞടിച്ചപ്പോൾ അവർ കുറച്ചു പിന്നോക്കം പോയി വീരുത്വം കാണിച്ചു. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുന്നത്. ആ രണ്ട് സംഘങ്ങൾ അവർ വീരുത്വം കാണിച്ചപ്പോൾ വല്ലാഹു വലിയുഹുമാ അല്ലാഹു ആണെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളുമാണ്. ആ സംഘങ്ങളുടെയൊക്കെ രക്ഷകർത്താവ് അല്ലാഹു ആകുന്നു. അല്ലാഹുവിനെ രക്ഷകർത്താവായി അംഗീകരിച്ചവരാകുന്നു, മുസ്ലിമീങ്ങളാകുന്നു ആ രണ്ട് സംഘങ്ങൾ എന്നാണ് ഉദ്ദേശം. അല്ലാഹുവിന്റെ മേലാണ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഫൽയതവക്കൽ അവർ തവക്കുലാക്കട്ടെ, ബരമേൽപ്പിക്കട്ടെ, അൽ മുഅ്മിനൂൻ വിശ്വാസികൾ അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മേൽ ബരമേൽപ്പിച്ചുകൊണ്ട് ഒരു ഭയപ്പാടുമില്ലാതെ ആശങ്കയുമില്ലാതെ മുന്നേറുകയാണ് അവർ ചെയ്യേണ്ടിയിരുന്നത്. അതേസമയം അവർ ചില ഭയപ്പാടുകൾ ആദ്യകാലഘട്ടത്തിലായതുകൊണ്ട് കാര്യമായ പരിചയം യുദ്ധവുമായി ബന്ധപ്പെട്ടവർക്ക് ഇസ്ലാമിക നിർദ്ദേശങ്ങൾക്കനുസൃതമായ യുദ്ധ സന്ദർഭങ്ങൾ അവർക്കറിയാത്തതിന്റെ പേരിലാകാം അവർ അല്പം പിന്നോക്കം പോയി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ തൻകീദ് ചെയ്യുകയാണ്. നിങ്ങളുടെ ആൾബലം കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല വിജയിക്കുന്നത്, കൃത്യമായി അല്ലാഹുവിന്റെ സഹായം കൊണ്ടാണ് നിങ്ങൾക്ക് വിജയം ഭരിക്കുന്നത് എന്നൊക്കെയാണ് ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.